അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ സാധാരണ വൈറൽ ഇൻഫെക്ഷൻ മാത്രം വരും, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഈ സ്ട്രോക്കായിട്ട് അതിൻ്റെ ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് വരും. ഇപ്പോൾ ഈയിടെയായിട്ട് കേരളത്തിൽ അധികം കണ്ടുവരുന്ന വേറൊന്നാണ് മാലിഗ്നൻസി അസോസിയേറ്റഡ് സ്ട്രോക്ക്. അതായത് ഇപ്പോൾ ഒരു ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടാവുക, അത് ചിലപ്പോൾ രോഗി അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ രോഗി അറിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹൈപ്പർ വിസ്കോസിറ്റി സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോത്രോംബോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയും. അതായത് രക്തം പെട്ടെന്ന് കട്ടയാവാനുള്ളൊരു സാധ്യത അവർക്ക് കൂടുകയാണ് ഈ ക്യാൻസർ ഉണ്ടായിട്ട് അതിൻ്റെ റിയാക്ഷനായിട്ട്. അപ്പോൾ അവർക്ക് പിന്നെ പല ഭാഗത്തും, ഇപ്പം ഒരു ഭാഗത്ത് ഇവിടെ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ചികിത്സയും കൊടുക്കുമ്പോൾ തന്നെ വേറൊരു ഭാഗത്ത് വരും, പിന്നെ വേറെ ഭാഗത്ത് വരും. അതങ്ങനെ പേഷ്യൻ്റ് പെട്ടെന്ന് അടിക്കടി സ്ട്രോക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട സാധാരണ ചികിത്സയൊക്കെ കൊടുത്ത് അയാളൊരു ചെറിയ ഡയബറ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ അപ്പോൾ പ്രഥമ ദൃഷ്ടിയ നമ്മൾ വിചാരിക്കും ഇയാൾ പ്രമേഹം കൊണ്ടാണ് ഇത് ഉണ്ടായെന്നുള്ളത്. പക്ഷേ പ്രമേയം അയാൾ നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെയും വരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് നോക്കണം.